Students, today we are going to discuss about the topic database search engines. എന്താണ് database search engines എന്ന് പറഞ്ഞാൽ? A database search engine is designed to search and retrieve information about the nucleotide sequences, protein structures, etc. from biological databases. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് ഡാറ്റാബേസുകൾ, ബയോളജിക്കൽ ഡാറ്റാബേസ് എന്നും അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷൻ, പ്രൈമറി സെക്കൻഡറി ഡാറ്റാബേസുകൾ എന്താണെന്നും അതിൽ വരുന്ന എക്സാമ്പിൾസൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റാബേസുകളിൽ നിന്ന് എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യണത് എന്നുള്ളതാണ് ഈ പറയുന്ന സെർച്ച് എൻജിൻ ടൂൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതിലൊരു എക്സാമ്പിളാണ് NCBI. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഒരു പ്രൈമറി ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസാണ് ജെൻബാങ്ക് അല്ലെങ്കിൽ NCBI എന്ന് നമ്മൾ പറയാറുള്ളത്. ഇതിൻ്റെ എക്സ്പാൻഷനാണ് നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫോർമേഷൻ, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ November 4, 1988 ആസ് എ ഡിവിഷൻ ഓഫ് ദ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ അറ്റ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. And this NLM, that is National Library of this Medicine, was chosen for its experience in creating and maintaining biomedical databases and research program in computational molecular biology. അപ്പോൾ ഈ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ ഒരു ഭാഗമാണ് NCBI എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷണൽ മോളിക്കുലാർ ബയോളജിയിൽ വരുന്ന ബയോമെഡിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ റിസർച്ച് പ്രോഗ്രാംസുകളെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡിവിഷനാണ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിവിഷനാണ് നമ്മളുടെ NCBI. Okay, NCBI has developed new information technologies to aid in the understanding of fundamental molecular and genetic processes that control health and disease by creating automated system for storing and analyzing knowledge about molecular biology, biochemistry and genetics. മോളിക്കുലാർ ബയോളജിയിലും ബയോകെമിസ്ട്രിയിലും ജനറ്റിക്സിലൊക്കെ വരുന്ന പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ്, അതിൻ്റെ ഡിസീസുകൾ, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റാബേസ് സെർച്ച് എഞ്ചിനാണ് NCBI എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഫെസിലിറ്റേറ്റ് ദ യൂസ് ഓഫ് സച്ച് ഡാറ്റാബേസസ് ആൻഡ് സോഫ്റ്റ്വെയർ ബൈ ദ റിസർച്ച് ആൻഡ് മെഡിക്കൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റാബേസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിനെ നമ്മൾക്ക് ഫർദർ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കൽ കമ്മ്യൂണിറ്റീസിന് ഫർദർ റിസർച്ചിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡാറ്റാബേസുകളെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു സെർച്ച് എഞ്ചിൻ ടൂളാണ് NCBI അല്ലെങ്കിൽ നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ. എന്താണ് NCBIയുടെ ഫങ്ഷൻസ്? ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡാറ്റാബേസസ്, ഡാറ്റ ഡെപ്പോസിഷൻ ആൻഡ് എക്സ്ചേഞ്ച് ആൻഡ് ബയോളജിക്കൽ നോമൻക്ലേച്ചർ. ഡാറ്റാബേസുകളെ ഡെവലപ്പ് ചെയ്യുക, അതിൽ പറയുന്ന ഡെപ്പോസിറ്റ് ചെയ്യുക, ന്യൂക്ലിയോടൈഡ്സ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും മെറ്റബോളൈറ്റ്സ് ആണെങ്കിലും അതിൻ്റെയൊക്കെ സീക്വൻസുകളെ ഡെപ്പോസിറ്റ് ചെയ്യുക, അത് വേറെ ഏതെങ്കിലും ഡാറ്റാബേസുകളായിട്ട് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക ഡാറ്റകളെ. പിന്നെ ബയോളജിക്കൽ നോമൻക്ലേച്ചർ, ഇതാണ് NCBIയുടെ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. പിന്നെ ഡെവലപ്പ്, ഡിസ്ട്രിബ്യൂട്ട്, സപ്പോർട്ട് ആൻഡ് കോർഡിനേറ്റ് ആക്സസ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് ഡാറ്റാബേസസ് ആൻഡ് സോഫ്റ്റ്വെയർ ഫോർ ദ സയൻറ്റിഫിക് ആൻഡ് റിസർച്ച് പർപ്പസ്. സയൻറ്റിഫിക് അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് NCBIയിൽ സ്റ്റോർ ചെയ്ത് വെച്ചുള്ള ഇൻഫോർമേഷനെ മറ്റുള്ള ഡാറ്റാബേസുകളായിട്ട് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ദേ ആർ ജനറലി കൺസേൺഡ് വിത്ത് കണ്ടക്ടിങ് റിസർച്ച് ഓൺ ഫണ്ടമെൻ്റൽ ബയോമെഡിക്കൽ പ്രോബ്ലംസ് അറ്റ് ദ മോളിക്കുലാർ ലെവൽ യൂസിങ് മാത്തമാറ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ്. അപ്പോൾ NCBI നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു NLM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷണൽ മോളിക്കുലാർ ബയോളജിയിൽ വരുന്ന റിസർച്ചുകളാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പം ഓരോ മെഡിക്കൽ പ്രോബ്ലംസ്, ഇപ്പോൾ ഡിസീസുകളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ആയിരിക്കാം, അതൊക്കെ മോളിക്കുലാർ ലെവലിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള സെർച്ച് എഞ്ചിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസിനെ യൂസ് ചെയ്യാറുണ്ട്. ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസ് ഓഫ് NCBI ആർ ജെൻബാങ്ക്. അപ്പോൾ നമ്മൾ NCBIയിൽ പല ഡിവിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂക്ലിയോടൈഡ്സ് നോക്കാം, പ്രോട്ടീൻസ് നോക്കാം, ജീൻ നോക്കാം, ജീനോം നോക്കാം. നമുക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ NCBIയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ സെർച്ച് ബാറിൻ്റെ അടുത്തായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓപ്ഷൻസ് വരുന്ന ഒരു ചെറിയൊരു പ്ലേസ്. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും NCBIയിൽ കയറിയിട്ട് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യും. ജീനാവാം, ജീനോം ആവാം, ന്യൂക്ലിയോടൈഡ് ആവാം, പ്രോട്ടീൻ ആവാം, പ്രോട്ടീൻ സീക്വൻസ് ആവാം, എക്സ്പ്രഷൻ സീക്വൻസ് ടാഗ് ഉണ്ട്, EST ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പം ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസുകൾ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ NCBIയിൽ ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസസ് ഓഫ് ദ NCBI ആർ ജെൻബാങ്ക്, എക്സ്പ്രഷൻ സീക്വൻസ് ടാഗ് ഡാറ്റാബേസ്, ജീനോം സർവേ,
സീക്വൻസ്, GSS ഡാറ്റാബേസ്, ഹോമോലോജീൻ ഡാറ്റാബേസ്, ഹൈ ത്രൂപുട്ട് ജീനോമിക് സീക്വൻസ് ഡാറ്റാബേസ്, യൂണിജീൻ ഡാറ്റാബേസ്, റെഫറൻസ് സീക്വൻസ് ഡാറ്റാബേസ്. ഇത്രയും ന്യൂക്ലിയോടൈഡ് ബേസ് ഡാറ്റാബേസുകൾ നമുക്ക് NCBI നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള URL ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. http://2// ഈ സൈറ്റ് അഡ്രസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് NCBIയുടെ ഈ സൈറ്റിലോട്ട് പോകും. ഇനി ഏതൊരു ഡാറ്റാബേസിൻ്റെയും മെയിനായിട്ടുള്ളൊരു ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് എഫിഷ്യൻറ്റ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി ആക്സസ് ടു ദി ഡാറ്റ സ്റ്റോർഡ്. നമ്മൾ ഈ സെർച്ച് എൻജിൻസിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഡാറ്റാബേസുകളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനെ പബ്ലിക്കിന് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡാറ്റാബേസുകളിലേക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഒരുപാട് റിട്രീവൽ സിസ്റ്റം ഉണ്ട് നമ്മളുടെ ബയോളജിക്കൽ ഡാറ്റാനെ ഇത്തരത്തിലുള്ള ഡാറ്റാബേസുകളിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിലൊന്ന് നമ്മളിപ്പോൾ NCBI പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസാണ്. ഇനി അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സീക്വൻസുകൾ റിട്രീവ് ചെയ്തെടുക്കുന്നത്? The most popular retrieval system of biological database are ENDRIS and sequence retrieval system that provides access to multiple database for the retrieval of integrated search result. ENDRIS അതുപോലെ സീക്വൻസ് റിട്രീവൽ സിസ്റ്റം SRS എന്ന് പറയുന്ന രണ്ട് സെർച്ച് എൻജിൻസ് ആണ് മോസ്റ്റ് പോപ്പുലറായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ റിസൾട്ടുകൾ അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള സെർച്ച് എൻജിൻ വഴി മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് ENDRIS? ENDRIS ഈസ് ആക്ച്വലി എ റിട്രീവൽ സിസ്റ്റം ഫോർ സെർച്ചിങ് സെവറൽ ലിങ്ക്ഡ് ഡാറ്റാബേസസ്. It provides access to PubMed, nucleotide, protein structure, genome, PubSet, OMIM, then taxonomy, books, 3D domains, UNIS. അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ENDRISൻ്റെ ഹോം പേജാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് ഡാറ്റാബേസ് സെർച്ച് റിട്രീവൽ സിസ്റ്റമാണ് ഈ ENDRIS എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ട് ENDRIS അടിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ഹോം പേജിലേക്കാണ് പോകുന്നത്. നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെർച്ച് എൻജിൻ ടൂളാണ് ENDRIS എന്ന് പറയുന്നത്. നോക്കൂ, ENDRIS സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഹോം പേജിൽ നോക്കൂ, നമുക്ക് ഒരേ സമയം തന്നെ PubMed എന്ന് പറഞ്ഞെങ്കിൽ ഈ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സീക്വൻസുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ലിറ്ററേച്ചറുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കാനുള്ളതാണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞെങ്കിൽ സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് DNA അല്ലെങ്കിൽ RNA സീക്വൻസ് ഡാറ്റാബേസുകളാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞെങ്കിൽ പ്രോട്ടീൻ്റെ സീക്വൻസുകളാണ്. പിന്നെ സ്ട്രക്ചർ, പ്രോട്ടീൻസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മാക്രോമോളിക്കുലർ സ്ട്രക്ചേഴ്സ് വേണമെങ്കിൽ അത്, ഒരു എൻറ്റയർ ജീനോമ്, PubSet, പോപ്പുലേഷൻ സ്റ്റഡി ഡാറ്റ സെറ്റ്സ്, പിന്നെ ഓൺലൈൻ മെൻറ്റൽ ഇൻഹെറിറ്റൻസ് ഇൻ മാൻ, അതായത് ഈ മൈറ്റോകോൺഡ്രിയൽ DNA കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ജീൻസിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺസ് വെച്ചിട്ടുള്ള പാറ്റേൺസ്, ടാക്സോണമി, ബുക്സ്, അങ്ങനെ 3D ഡൊമൈൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒറ്റ വിൻഡോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഈ ENDRIS എന്ന് പറയുന്നത്. ENDRISൻ്റെ ഒരു ഹോം പേജാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും വെച്ചിട്ടുള്ള ഒരു ഹോം പേജാണ് ഈ വന്നിട്ടുള്ളത്. ഇവിടെ ആ സെർച്ച് ബട്ടൻ്റെ അവിടെ നിങ്ങൾക്ക് എന്താണോ സെർച്ച് ചെയ്യുന്നത് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോ എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടേക്ക് അതത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകും. അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന എല്ലാ ആ ഒരു പർട്ടിക്കുലർ സെർച്ചിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ പറയുന്ന രീതിയിൽ അവിടെ കാണും. അപ്പോൾ ഈ ENDRIS എന്ന് പറയുന്നത് ശരിക്കും ഒരു പല ഡാറ്റാബേസുകളുടെയും അല്ലെങ്കിൽ പല ഡാറ്റകളുടെയും ഒരു ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം: PubMed, അബ്സ്ട്രാക്ട്, ടാക്സോണമി, ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, പ്രോട്ടീൻ സീക്വൻസ്, 3 ഡയമെൻഷണൽ സ്ട്രക്ചർ, ജീനോംസ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ENDRISൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞെങ്കിൽ ടാക്സോണമി അറിയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൈലോജി, എവല്യൂഷണറി ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. BLAST എന്ന് പറഞ്ഞെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് കിട്ടുകയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ കൊടുത്ത സീക്വൻസ് ഏതൊക്കെ സീക്വൻസുമായിട്ടാണ് സിമിലാരിറ്റി ഉള്ളത് എന്നുള്ളത് BLAST അനാലിസിസ് നോക്കുമ്പോൾ കൊടുക്കും. അത് ന്യൂക്ലിയോടൈഡ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും കൊടുക്കുന്ന സീക്വൻസ് BLAST എന്ന് പറയുന്ന ടൂളിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ ഓർഗാനിസത്തിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുക എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ തരും. പിന്നെ WAST ഉണ്ട്, അത് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിൻ്റെ അതായത് സീക്വൻസിൻ്റെ 3 ഡയമെൻഷണൽ പിക്ചർ കാണിച്ചു തരുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നോക്കാൻ പറ്റുന്ന ഒരു റിട്രീവൽ സിസ്റ്റമാണ് ENDRIS. പിന്നെ ഒരു ENDRISൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഈച്ച് റെക്കോർഡ് ഈസ് അസൈൻഡ് ആസ് എ UID.
UID എന്ന് പറഞ്ഞെങ്കിൽ യൂണീക്ക് ഇൻറ്റിജർ ഐഡൻറ്റിഫയർ ഫോർ ഇൻറ്റേർണൽ ട്രാക്കിംഗ്. ഏത് റെക്കോർഡ് നമ്മൾ ഈ ഇതിൽ സെൻസിബിയിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും അതിനൊരു യുണീക്കായിട്ടൊരു കോഡ് നമുക്ക് നൽകും. അതാണ് ഈ UID, യുണീക്ക് ഇൻറ്റിജർ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഈച്ച് റെക്കോർഡ് ഈസ് ഇൻഡെക്സ്ഡ് ബൈ ഡാറ്റ ഫീൽഡ്. അപ്പോൾ ഓരോ റെക്കോർഡിനും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡാറ്റ ഫീൽഡ് ഉണ്ട്. ആ ഡാറ്റ ഫീൽഡ് അതിൻ്റെ ഇൻഫർമേഷൻസ്, അതായത് ഓർഡർ, ടൈറ്റിൽ, ഓർഗാൻസിൻ്റെ പേര്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇറങ്ങിയിട്ടുള്ള ഒരു ഡാറ്റ ഫീൽഡ് ഉണ്ടാവും. പിന്നെ ആ ഡോക്യുമെൻറ്റ് സമ്മറി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ഡോക്യുമെൻ്റ് ആണോ കൊടുത്തിട്ടുള്ളത്, റെക്കോർഡാണോ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു സമ്മറി നമുക്ക് ഈ പറയുന്ന എൻട്രീസിൻ്റെ പേജിലേക്ക് പോയാൽ കിട്ടും. ഈച്ച് റെക്കോർഡ് ഇസ് മാനുവലി ഒരു കമ്പ്യൂട്ടേഷനലി അസൈൻഡ് ലിങ്ക്സ് ടു ബയോളജിക്കൽ റിലേറ്റഡ് UIDs ഇൻ ആൻഡ് അക്രോസ് ഡാറ്റാബേസ്. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള റെക്കോർഡുകൾക്ക് എല്ലാത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലിങ്ക് ഈ പറയുന്ന എൻട്രീസ് അല്ലെങ്കിൽ NCBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പല UID ബയോളജിക്കലി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള UID ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും അക്രോസ് ദ ഡിഫറെൻറ്റ് ഡാറ്റാബേസസ് ഇൻ ദ വേൾഡ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസിനെ ബാക്കിയുള്ള ഡാറ്റാബേസുകൾ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് ലിങ്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെ ഈ ഡാറ്റാബേസിലുള്ള ലിറ്ററേച്ചർ അല്ലെങ്കിൽ റെഫറൻസുകൾ എന്തൊക്കെയാണ്, പബ്മെഡ് ബുക്സ്, പബ്മെഡ് സെൻട്രൽ ജേർണൽസ്, ഓൺലൈൻ മെൻ്റൽ ഇൻഹെറിറ്റൻസ് ഇൻ മാൻ, ഇതൊക്കെയാണ് ലിറ്ററേച്ചർ ഡാറ്റാബേസ്. അതിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആർട്ടിക്കിൾസാണ് ഈ പറയുന്ന പബ്മെഡും ബുക്സും അതുപോലെ പബ്മെഡ് സെൻട്രൽ ജേർണൽസൊക്കെ. ഓക്കെ. പിന്നെ അതിൽ നമുക്ക് കിട്ടുന്ന വേറെ ഒന്നാണ് മോളിക്കുലർ സീക്വൻസ് ഡാറ്റാബേസ്. ഇതിപ്പോൾ ഈ ചിത്രം കാണിക്കുന്നത് ക്രോമാറ്റോഗ്രാമാണ്. ക്രോമാറ്റോഗ്രാം എന്ന് പറഞ്ഞെങ്കിൽ ഒരു സീക്വൻസിൻ്റെ ഇപ്പോൾ ഈ യെല്ലോ, അപ്പോൾ ഇതിൽ 4 കളേഴ്സ് ഉണ്ടാവും. അതാണ് ഗ്രീന്, റെഡ്, ബ്ലൂ, ബ്ലാക്ക്. ഈ 4 കളറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 4 ബേസുകളെയാണ്. അതായത് അഡനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 ബേസുകളെയാണ് ഈ പറയുന്ന ക്രോമാറ്റോഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഏതാണെന്നുള്ളത്. മനസ്സിലായി. ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ സൈറ്റോസിനാണ്, റെഡ് ആണെങ്കിൽ തൈമിനാണ്, ബ്ലൂ ആണെങ്കിൽ സൈറ്റോസിനാണ്, അതുപോലെ ബ്ലാക്ക് ആണെങ്കിൽ ഗ്വാനിനാണ്. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രോമാറ്റോഗ്രാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീക്വൻസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സീക്വൻസ് അറിയണമെങ്കിൽ നമുക്കതിൻ്റെ ടാക്സോണമിക് റിലേഷൻഷിപ്സ്, ടാക്സോണമി കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ മോളിക്കുലർ ഡാറ്റാബേസുകൾ അല്ലെങ്കിൽ മാർക്കർ ഡാറ്റാബേസുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പോളിമോർഫിസം കണ്ടുപിടിക്കാൻ, സീക്വൻസ് ടാഗ്ഡ് സൈറ്റ്സ് കണ്ടുപിടിക്കാൻ, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ മോളിക്കുലർ സീക്വൻസ് ഡാറ്റാബേസുകളെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എൻട്രീസ്. അപ്പോൾ എൻട്രീസ് എന്നാൽ